നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. പ്രാദേശിക സമയം ഇന്ന് രാവിലെ 7:35 മാർപ്പാപ്പയുടെ വിയോഗമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ന്യൂമോണിയ ബാധിതനായി ഗുരുതരാവസ്ഥയിൽ 38 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം മാർച്ച് 23 അദ്ദേഹം തിരിച്ചെത്തിയത്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ 2013 മാർച്ച് 13 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമായിരുന്നു അദ്ദേഹം. ജെസ്യൂട്ടിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയുമായിരുന്നു. 731-741 കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമന് ശേഷം യൂറോപ്പിന് പുറത്തുനിന്നുള്ള മാർപ്പാപ്പയും അദ്ദേഹമാണ്. ശനിയാഴ്ച വൈകുന്നേരം മർഗോവയിലെ തിരക്കേറിയ ഗാന്ധി മാർക്കറ്റിൽ തീപിടുത്തമുണ്ടായി. വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാര സ്ഥാപനം കത്തിനശിച്ചു. തിരക്കേറിയ മാർക്കറ്റിലേക്ക് തീ പടരുമെന്ന ആശങ്കകളെ തുടർന്ന് പരിഭ്രാന്തി സൃഷ്ടിച്ചു. അടുത്തുള്ള കച്ചവടക്കാർ അഗ്നിശമന സേന എത്തുന്നതിന് മുമ്പ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചത് വലിയ ദുരന്തം ഒഴിവാക്കാനായി. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ സ്ഥിരമായ ജലവിതരണം ഉറപ്പാക്കാൻ ദീർഘകാലമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ഒരു ഓവർഹെഡ് വാട്ടർ ടാങ്ക് വേണമെന്ന ആവശ്യം ഗാന്ധി മാർക്കറ്റ് വെജിറ്റബിൾ ആൻഡ് റെഡിമെയ്ഡ് ഗാർമെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജേന്ദ്ര അജ്ഗാവോങ്കർ ഉന്നയിച്ചു. മെച്ചപ്പെട്ട സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിയന്തര ആവശ്യകതയെ ഈ സംഭവം അടിവരയിട്ട് കാണിക്കുന്നു. ഞായറാഴ്ച നിരാനന്ദ് മങ്കേഷ്കർ ഓഡിറ്റോറിയത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നടത്തിയ മറാത്തി നാടകത്തിനിടെയുണ്ടായ എയർ കണ്ടീഷനിംഗ് സംവിധാനത്തിന്റെ തകരാറിൽ പ്രേക്ഷകർ രോഷാകുലരായി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് രണ്ടാമത്തെ സംഭവമാണ്. കഴിഞ്ഞ ഞായറാഴ്ച മറാത്തി നാടകമായ പുരുഷിന്റെ പ്രക്ഷേപണത്തെ 15 മിനിറ്റ് തടസ്സം സൃഷ്ടിച്ചിരുന്നു. അപ്രതീക്ഷിതമായ ഇടവേളയിൽ പ്രധാന അഭിനേതാക്കൾ പ്രേക്ഷകരോട് സംഭവത്തിൽ ക്ഷമാപണം നടത്തിയിരുന്നു. നിരവധി വിവാദങ്ങൾ നിറഞ്ഞ നവീകരണത്തിനായി 60 കോടിയിലധികം രൂപ ചിലവഴിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ നവീകരിച്ച ഘടനയുടെ കൂടുതൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി PWDക്ക് 10.56 കോടി രൂപ കൂടി അനുവദിച്ചിരുന്നു. ഗോവയിൽ സർക്കാർ ജോലിക്ക് ഇനി 6 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. 2025 നവംബർ മുതൽ ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമനം നടത്താൻ പദ്ധതിയിടുന്നു. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നിവയിൽ ഡിപ്ലോമയോ ബിരുദമോ പൂർത്തിയായവർക്ക് നിയമന നിയമങ്ങളിലെ മാറ്റങ്ങൾ ബാധകമല്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്റ്റേറ്റ് ബോർഡിൽ നിന്നും ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം നേടിയവർക്ക് നിയമന നിയമങ്ങളിലെ ചട്ടങ്ങളിലെ മാറ്റങ്ങൾ ബാധകമല്ല. വിവിധ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിൽ കമ്പ്യൂട്ടർ സാക്ഷരത ഉറപ്പാക്കാൻ വകുപ്പുകൾ വ്യത്യസ്ത നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പേഴ്സണൽ വകുപ്പ് അണ്ടർ സെക്രട്ടറി രഘുരാജ് ഫാൽദേശായി പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ ശേഷം നൽകുന്ന പരിചയ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സർക്കാർ ജോലികൾക്ക് സാധുതയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആരെയും സർക്കാർ നിയമിക്കില്ലെന്നും സാവന്ത് പറഞ്ഞു. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് കോഴിയുടെ രക്തസാമ്പിൾ പരിശോധിക്കും. ബോണ്ട്ല വൈൽഡ് ലൈഫ് സങ്കേതത്തിൽ H5N1 പക്ഷിപ്പനി ബാധിച്ച് കാട്ടുപൂച്ചകൾ ചത്തതിനെ തുടർന്ന് സംസ്ഥാന മൃഗസംരക്ഷണ വെറ്റിനറി സർവീസസ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തുടനീളം കോഴികളുടെ ആരോഗ്യം നിരീക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക നിരീക്ഷണ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഇന്നും നാളെയുമായി കോഴികളുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കും. ഗോവയിൽ വളർത്തു കോഴികളിലോ മറ്റ് പക്ഷി ഇനങ്ങളിലോ ഇതുവരെ H5N1 ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രധാനമായും ഗോവയിലെ കോഴി ഫാമുകളിലുടനീളം കോഴികളെ പരീക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. വാർക്കയിലെ ലോക്കൽ ടാക്സി ഓപ്പറേറ്റർമാർ ആപ്പ് അധിഷ്ഠിത ടാക്സികളും മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ടാക്സികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു. ഇവരുടെ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഉപജീവനത്തിന് ഭീഷണിയാണെന്ന് ഓപ്പറേറ്റർമാർ ആരോപിച്ചു. സാമൂഹ്യ പ്രവർത്തകനായ വാരൻ അലൈമാവോയുടെ നേതൃത്വത്തിൽ സഹകരിക്കാത്ത ഹോട്ടലുകൾക്കെതിരെ പ്രതിഷേധങ്ങൾ നടത്തുമെന്നും ധർണകൾ സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി.
ഗോവ ബീച്ചിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്കെതിരെ പോലീസ് നടപടി ശക്തമാക്കി. ഗോവയുടെ തീരദേശ മേഖലയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് 2025 പോലീസ് 1000-ലധികം ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മദ്യപാനം, മാലിന്യം ഉപേക്ഷിക്കൽ, ബീച്ച് ഡ്രൈവിംഗ്, ബീച്ചുകളിലെ കച്ചവടം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബീച്ചുകളിൽ മദ്യപിച്ചതിന് 193 പേർക്കെതിരെയും മാലിന്യങ്ങൾ ഇട്ടതിന് 545 പേർക്കെതിരെയും സിഗരറ്റ്, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ നിയമപ്രകാരം 265 പേർക്കെതിരെയും ബീച്ചുകളിൽ വാഹനമോടിച്ചതിന് 14 പേർക്കെതിരെയും ടൂറിസ്റ്റ് പോലീസ് നടപടി സ്വീകരിച്ചതായി നോർത്ത് ഗോവ ടൂറിസ്റ്റ് പോലീസ് SP അക്ഷത് കൗശൽ പറഞ്ഞു. യാചകർക്ക് പോലീസ് 50 രൂപ പിഴയാണ് ചുമത്തുന്നത്. പക്ഷേ പലർക്കും പണമടയ്ക്കാൻ കഴിയില്ല. എന്നാൽ പുനരധിവാസ കേന്ദ്രങ്ങളുടെ അഭാവം കാരണം അവരെ വിട്ടയക്കുന്നു. ബീച്ചുകളിൽ കച്ചവടം നടത്തുന്നവർക്ക് 200 രൂപ പിഴയും ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തുന്നവർക്ക് 5000 രൂപയുമാണ് പിഴ ഈടാക്കുന്നത്. കൂടാതെ വിനോദസഞ്ചാരികൾക്ക് പാചക സിലിണ്ടറുകളും സ്റ്റൗകളും കൊണ്ടുവരാൻ അനുവാദമില്ലെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അടുത്തിടെ പറഞ്ഞിരുന്നു. MLA-മാരുടെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ ഗോവ പോലീസ് സംസ്ഥാന അതിർത്തികളിൽ വെച്ച് ഇവ പിടിച്ചെടുക്കും. 3 സുരക്ഷാ ഗാർഡുകൾ ചേർന്ന് ഡോണോപോളയിലെ വൃദ്ധ ദമ്പതികളെ കെട്ടിയിട്ട് വീട് കൊള്ളയടിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പുലർച്ചെ 12-നും 4-നും ഇടയിലായിരുന്നു സംഭവം. രാവിലെ വീട്ടുജോലിക്കാരി ദൈനംദിന ജോലികൾക്കായി വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. വിവാദമായ സാഹചര്യത്തിൽ പാർക്കിംഗ് പ്ലാസ ആരംഭിച്ച 2 വർഷത്തിന് ശേഷം മർഗോ മുനിസിപ്പൽ കൗൺസിൽ ഓൾഡ് മാർക്കറ്റിൽ ഭൂമി ഏറ്റെടുത്ത പാർക്കിംഗ് പ്ലാസയുടെ പണി പൂർത്തിയായി വരുന്നതായി ദി ഗോവൻ ന്യൂസ് വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.